മോഹനയുടെ വർക്കാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ഷോസ് കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ കിളിവയ അവസ്ഥയായിരുന്നു എൻ്റെ. ചുമ്മാ തമാശക്കാണെങ്കിലും ലാലേട്ടൻ വരെ ഡേറ്റ് മാറ്റി പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ മോഹിനിയാട്ടം വരുന്നത്. ഈ വാഴയുടെയും ആട് 3യുടെയും സക്സസ് കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സുഭാഷ് സാർ പേരുടെ ചിലപ്പോൾ ബേബിജിന്റെ മുഖമേ മനസ്സിലാവുന്ന വരുള്ളൂ. ഒന്ന് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിയുമ്പോ നിൽക്കുമ്പോ ഒരു നേരെയാണ്. ആരെ മുഖത്തേക്ക് നോക്കും, ആരോട് പറയണം. പടത്തിലെ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തിരിക്കുന്നത് ഞാനും ബേബിയാണ്. ഞാൻ പറഞ്ഞത് എന്താണ് കുഴപ്പം, നല്ല മനോഹരമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവൻ പറയണേ, ചേട്ടാ ഇത് മനോഹരമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതിമനോഹരാക്കാം. ഈ വിഷുദിനത്തിൽ മീഡിയ വണ്ണിനൊപ്പം ചേരുന്നത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം സിനിമയുടെ ടീമാണ്. സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഒരുമിച്ച് ഈ സമയത്ത് വിഷുദിനത്തിൽ തന്നെ കിട്ടിയതിൽ. തിയേറ്ററിൽ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിഷു സിനിമയായിട്ട്, വിഷുപ്പടമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. എന്താണ് മോഹിനിയാട്ടത്തിൻ്റെ വിശേഷം? സായിച്ചേട്ടാ തുടങ്ങാം. മോഹിനിയാട്ടത്തിൻ്റെ വിശേഷം ആക്ച്വലി നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനറലി നമ്മൾ കാണുന്ന ഒരു പടം റിലീസായി കഴിഞ്ഞാൽ സൺഡേ ആയിരിക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത്. അതിനുശേഷം മൺഡേ വരുമ്പോഴത്തേക്കും ജനറലി മൺഡേ, ട്യൂസ്ഡേ, വെഡ്നസ്ഡേ ഒക്കെ, അതിനകത്ത് മൺഡേ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾ പേടിച്ചിരിക്കുന്നത് സിനിമാക്കാർ. കാരണം ഭയങ്കരമായിട്ട് ഗ്രാഫ് ഡൗൺ വരും ടിക്കറ്റ് സെയിൽസിൻ്റെ. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൺഡേ സൺഡേക്കാളും കൂടുതൽ കളക്ഷനാണ് വന്നത്. പിന്നെ ട്യൂസ്ഡേ മൺഡേക്കാളും കൂടുതൽ. ഇന്നത്തെ ഇപ്പം നാളെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സ്റ്റഡി പ്രോഗ്രസ് ആണ് ഗ്രാഫിൻ്റെ, ഈ ടിക്കറ്റ് സെയിൽസിൻ്റെ ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ഒരുപാട് സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് ഇത്രയും ഒരു വലിയ സ്വീകാര്യത കിട്ടുന്നതും വരവേൽപ്പ് കിട്ടുന്നതും. ഇങ്ങനെ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ് സംഭവിക്കുന്നത്. തിയേറ്ററുകളും കൂട്ടി, ഷോസ് കൂടുന്നു. ഞാൻ ആക്ച്വലി പല സിനിമകളും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്ത പടങ്ങളും കണ്ടിട്ടുണ്ട്, സപ്പോർട്ടിംഗ് റോൾ ചെയ്യാത്ത പടങ്ങളും ഒരുപാട് ഹിറ്റ് പടങ്ങൾ ഇങ്ങനെ. അതെ, ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ഗ്രീൻ എന്നുള്ളത് മഞ്ഞയാവുന്നു, എല്ലാ ഷോസും മഞ്ഞയാവുന്നു, അങ്ങനെ അങ്ങനെ കയറിപ്പോകുന്ന നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഹീറോ എന്നൊരു പടത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് വരില്ല എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം നമ്മുടെ തലയിൽ ചിലപ്പോൾ അത് എഴുതി കാണൂല. ചിലപ്പോൾ ഒരുപാട് നാളെയല്ലോ നമ്മളിപ്പം സിനിമയിൽ അഭിനയിക്കുന്നു. പിന്നെ ഇപ്പം ജനമൈത്രി 2019 തൊട്ട് ഇടയ്ക്കൊക്കെ ഹീറോ ആയിട്ട് പടങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റ് കോവിഡ് സപ്പോർട്ടിംഗ് റോൾ വരൽ കുറഞ്ഞു എനിക്ക്. പിന്നെ ഹീറോ ആയിട്ടുള്ള കഥകൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി, ബെസ്റ്റ് ഏതാണ്, അങ്ങനെ ഞാൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിളിച്ച് വീണ്ടും ചാൻസ് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് പരിചയമുള്ള ഡയറക്ടേഴ്സിലേക്ക്, ഇൻക്ലൂഡിങ് മിഥുൻ മേനൽ തോമസ്. അങ്ങനെ മിഥുൻ എന്നെ ഹോസ്റ്റലറിൽ കാസ്റ്റ് ചെയ്യുന്നു. മിഥുൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കാസ്റ്റ് ചെയ്യാം, പക്ഷേ ചേട്ടന് ഈ 3-4 സീനിൽ വരുന്ന ക്യാരക്ടറേ ഉള്ളൂ, അതിൻ്റെ അകത്തും ചേട്ടന് ഊമയാണ്, സംസാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, പക്ഷേ ആൾക്കാർ ഇപ്പം ഫിലിം ഇൻഡസ്ട്രിക്ക് മനസ്സിലാവണമല്ലോ, ഡയറക്ടേഴ്സ് മനസ്സിലാവണമല്ലോ ഞാൻ സപ്പോർട്ടിംഗ് റോളിന് ഞാൻ ഓപ്പൺ ആണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ ചാൻസ് ചോദിച്ചു. അങ്ങനെ പലരോടും ചാൻസ് ചോദിക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഹീറോ സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തില്ല. ഇൻക്ലൂഡിങ് ഭരതനാട്യം, അഭിലാഷമൊക്കെ ഇതൊക്കെ OTT-യിൽ വൻ ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. ബട്ട് ഇത് തിയേറ്ററിൽ വർക്കാവുന്നില്ല. അഭിലാഷം പിന്നെയും കുറച്ചുകൂടെ നന്നായിട്ട് വർക്കായി കമ്പയർഡ് ടു ഭരതനാട്യം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സപ്പോർട്ടിംഗ് റോൾ അങ്ങനെ അധികം വരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് സെക്കൻഡ് പാർട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴത്തേക്കും മനോഹരമായ ഒരു സ്ക്രിപ്റ്റ്. തോമസ് ചേട്ടനായിരുന്നു എൻ്റെ പാർട്ട്ണർ. തോമസ് ചേട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും. അതിൻ്റെ അകത്ത് ഞാനൊരു ദിവസം ഒരു മെസ്സേജ് ഇട്ടു, നമ്മളൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ളൊരു ആലോചനയുണ്ട്. വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ആവേശത്തിൽ എന്താണ് യെസ് എന്നുള്ള ഇത് പറയുന്നു. വി ആർ റെഡി ഫോർ ഇറ്റ്, ആ ഒരു രീതിയിൽ. അങ്ങനെ നമ്മളീ ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഒരു നല്ല സിനിമയായിരിക്കും. പക്ഷേ ഭരതനാട്യം പോലെ സംഭവിക്കാം. OTT എന്തായാലും ഹിറ്റ് അടിക്കും, നമുക്കറിയാം. അതിപ്പം തിയേറ്ററിൽ ഹിറ്റാണെങ്കിലും OTT-യിൽ അത് ഹിറ്റ് അടിക്കും. അത്രയും വ്യൂവേഴ്സ് തന്നെ കാണും, റിപ്പീറ്റഡ് വ്യൂവേഴ്സ് കാണും. പക്ഷെ തിയേറ്ററിൽ എന്താകും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, തിയേറ്ററിൽ ആൾ വന്നാൽ ഇത് മൾട്ടിപ്ലൈ ആവും ഇപ്രാവശ്യം. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോബ്ലംസ് ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം സിനിമ ചെയ്തിരിക്കുന്നത്.
5-ാമത്തെ മിനിറ്റിൽ സിനിമ ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ ഇത് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിയേറ്ററിക്കൽ വാച്ചിന് വേണ്ടിയാണ്, ഇൻക്ലൂഡിങ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ ഫ്രെയിമിങ്, മേക്കിംഗ്, ഇതെല്ലാം നമ്മൾ തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം തിയേറ്റർ വാച്ച് അല്ല എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് അതെ എല്ലാം തിരുത്തിക്കൊണ്ട് ഞാൻ നമ്മുടെ രമേഷ് പിഷാരടിയെ ഒരു സ്പെഷ്യൽ ഷോയിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനെന്ന് അറിഞ്ഞപ്പോൾ മമ്മൂട്ടി സാർ ഫോൺ മേടിച്ച് മോഹിനിയാട്ടത്തിനെ പറ്റി ഒരുപാട് നേരം സംസാരിച്ചു. അദ്ദേഹം ഇന്നലെ സിനിമ കണ്ടു, ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വർക്കായ സിനിമ. ദുൽഖറിൻ്റെ മെസ്സേജ് വന്നു അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട്. സിനിമ കണ്ടിട്ടില്ല, ഹൈദരാബാദാണ്. അപ്പോൾ നമ്മൾ 17-നാണ്, അതായത് മറ്റന്നാളാണ് നമ്മൾ ഔട്ട് ഓഫ് കേരള വിത്തിൻ ഇന്ത്യ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് നമ്മൾ ഒരാഴ്ച വൈകിയതിന് നമുക്ക് ഒരുപാട് കമൻസ്, ചില കമൻറ്റിലൊക്കെ നമ്മൾ തെറി വിളിച്ചുകൊണ്ട്, അതായത് പ്രൊഡ്യൂസേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തെറി വിളിച്ചുകൊണ്ട് കുറച്ച് കമൻസ് ഞാൻ കണ്ടു. ആദ്യമായിട്ട് തെറി കേട്ടിട്ട് സന്തോഷം തോന്നി. തെറി എന്തിനാണ് വിളിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുമ്പം റിലീസ് ചെയ്യാനാണോ ഒരു പടം ഉണ്ടാക്കുന്നത്? ഞങ്ങളിവിടെ മൂഡിലുള്ളപ്പോഴത്തേക്ക് നിങ്ങൾ റിലീസ് ചെയ്യണം ഞങ്ങളെ അവിടെ, എന്നാലും പോയി കാണാൻ പറ്റുള്ളൂ. ഇനി ഒരാഴ്ചയായിട്ട് നിങ്ങൾ റിലീസ് ചെയ്താൽ ആര് പോയി കാണും? ഞാൻ പറഞ്ഞുകൊണ്ട് തെറിയുണ്ട് എൻ്റെ കൂടെ, ഞാൻ തെറി ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് സന്തോഷം തോന്നി നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മളത് റിലീസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു സോ കോൾഡ് സൂപ്പർ സ്റ്റാർ പടമല്ല, ഇതൊരു ചെറിയ പടമാണ്. ഇതിന് ഒരു റിപ്പോർട്ട്, കേരളത്തിലൊരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് പുറത്ത് ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വിഷമത്തോടെ ഒരാൾ സംസാരിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ റിലീസ് ചെയ്തില്ല. പുള്ളി തറിയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ഇവരോട് എല്ലാവരും അതെ. അപ്പം ഞാൻ തെറി വിളിച്ച ആൾക്കാരോടും എനിക്ക് നന്ദിയുണ്ട്. തെറി വിളിച്ചതിനല്ല, പക്ഷെ അവരുടെ ഒരു കൺസേൺ അവർ പറഞ്ഞതിന്. സോ April 17 we are coming to സ്റ്റേറ്റ്സ് ഔട്ട്സൈഡ് കേരള. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ റിലീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നമ്മൾ എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ നിരാശരാവേണ്ട, ഉറപ്പായിട്ടും 17-ന് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പടം ഭയങ്കരമായ ഒരു സക്സസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറിന്റെ ആകാംക്ഷയും അതിലെ സന്തോഷവുമാണ് എനിക്ക് തോന്നുന്നു. അതാണ് ഒരൊറ്റ മറുപടിയിൽ സജിച്ചേട്ടൻ പറഞ്ഞു തീർത്തിട്ടുള്ളത്. പക്ഷെ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോഴാ കാണുന്നത്, അതെ. സെറ്റിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ആണോ? സെറ്റിൽ ആ ക്യാരക്ടർ തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. പ്രൊഡ്യൂസറല്ലേ, ഒന്നിനും ഒരു കാര്യത്തിൽ ഇടപെടില്ലായിരുന്നു. ഇടപെടത്തില്ല എന്നുള്ള മാത്രം, പ്രൊഡ്യൂസറൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ പെരുമാറിയത്. പിന്നെ ഇത് ടീം വർക്ക്, ഭരതനാട്യം മുതൽ അമ്മ, മക്കള്, മരുമക്കള്, ഈ ഒരു ഗ്രൂപ്പ്. പിന്നെ പുതിയതായിട്ട് വന്ന ഞങ്ങളുടെ ഈ മോനെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോ? പിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ബേബിയായിരുന്നു പുതിയത്. സുരാജ് അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് ഒരു സിനിമയിൽ ത്രൂ ഔട്ട് നിന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ശരിക്കും. ബേബിജിന്റെ സുഭാഷ് എന്ന് പറയുന്ന കഥാപാത്രം, ഇനി സുഭാഷ് എന്നൊരു പേരായിട്ട് ചിലപ്പോൾ ബേബിജിന്റെ മുഖമേ മനസ്സിലാവുന്ന വരുള്ളൂ. ആദ്യത്തെ സുഭാഷിനെ മറച്ചുകൊണ്ട് ഈ കഥാപാത്രം കയറി വന്ന് സ്കോർ ചെയ്തെടുക്കുക. ഇപ്പൊ കിട്ടുന്ന ഒരു അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് ഇതുവരെ കിട്ടിയതുപോലെ മൂവിന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഏജിലുള്ള ആൾക്കാരും പോയി, ഫാമിലി, അവരെ എന്നൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ സന്തോഷം തന്നെയാണ്. ഞാൻ ഇനിയിപ്പോ ഇതേപോലെ തന്നെ നിൽക്കാൻ ബാധ്യസ്ഥനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമമുണ്ട്. ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര ആസ്വദിച്ച ഒരു സിനിമ കണ്ടതിന്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് പുതിയൊരു ഫീലിംഗ് ആണ്. ഐ മീൻ ജിംഖാനയിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊരു ക്യാരക്ടർ വേറൊരു ക്യാരക്ടറാണ്, ഇത് വേറെ ക്യാരക്ടറാണ്. സോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് അത് റിസൾട്ട് ഉണ്ടായി എന്നൊക്കെ അറിയുമ്പോൾ സന്തോഷം തന്നെയാണ്. പല ഇപ്പം തിയേറ്ററിൽ വിസിറ്റ് ആണെങ്കിലും നമ്മൾ പോണ സമയത്ത് കുറെ അച്ഛനമ്മമാരും കുറെ നല്ല വയസ്സായിട്ടുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ട് ഷെയ്ക്കേണ്ടി തരാന്ന് പറയുമ്പോൾ ആ ഒരു ദാസേട്ടൻ ചെയ്ത് വെച്ച ആർട്ടിസ്റ്റ്, ആ ആർട്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും, മ്യൂസിക് കാര്യങ്ങളും, ഇതിനൊക്കെ കൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് കൊണ്ട് ആണല്ലോ സാധനം വന്നത്. ഞങ്ങളുടെ ഡയറക്ടറുടെ വലിയ ഒരു കഴിവാണത്. വളരെ സന്തോഷം. സ്വാതി, ഭരതനായരുടെ കുടുംബത്തിൽ സ്വാതി ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. ഈ ഒരു സക്സസ് സ്വാതിയുടെ കരിയറിലും ആദ്യത്തെ അനുഭവം തന്നെയാണോ?
അല്ല തല്ലുമാലുണ്ട്, അതെ 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 അതെ. പക്ഷെ ഇങ്ങനൊരു റിസപ്ഷൻ ഇത് ഈ വിഷുക്കാലത്ത് സംഭവിച്ചത്? തീർച്ചയായിട്ടും ലൈക്ക് ഒരുപാടായല്ലോ ഒരു നല്ലൊരു ഹിറ്റിന്റെ ഭാഗമാവാന്ന് പറയുന്നത്. ഒരു DSR ഉണ്ടായിരുന്നു അതിനു മുമ്പ്, അതെ അതെ. പക്ഷെ അതിനേക്കാൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിജയം. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കുറേ നാളെ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി അതൊന്ന് ആളുകളെല്ലാവരും ഒരേപോലെ ഏറ്റെടുത്ത് എല്ലാ തരം ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു സിനിമയിൽ അത് ഈ വിഷുക്കാലത്ത് നല്ല ഹിറ്റായിട്ട് ഓടുന്നുണ്ടെന്ന് കൂടെ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. നിങ്ങൾക്കൊരു ശക്തമായ കോമ്പറ്റീറ്ററാണ് ഓപ്പോസിറ്റ് ഉള്ളത്, വാഴ 2. അത് ഭയങ്കര ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ചുമ്മാ തമാശക്കാണെങ്കിലും ലാലേട്ടൻ വരെ ഡേറ്റ് മാറ്റി പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ മോഹിനിയാട്ടം വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പടം ഹിറ്റ് അടിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ഡബിൾ സന്തോഷം തരുന്ന ഒന്നുകൂടി അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കോമ്പറ്റീഷനായിട്ട് കാണുന്നില്ല. അല്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ആക്ച്വലി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വാഴ പോലത്തെ ഒരു ഹിറ്റ് പടത്തിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു, അതിന് നല്ല ഹൈപ്പാണ്, അത് ഹിറ്റ് അടിക്കാൻ സാധ്യതയുള്ളൊരു പടമാണെന്നുള്ളത് നമുക്ക് സാധാരണ ഓഡിയൻസിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഹിറ്റ് അടിച്ചാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഒരു എന്താണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലേക്ക് പോകാനുള്ളൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു പുഷ് അല്ലെങ്കിൽ പുള്ള് അത് ഉണ്ടാവും. സ്പിൽ ഓവർ ഇപ്പം ഇല്ല. അതായത് ഇപ്പം നമ്മൾ ഒരു പടത്തിന് പോയി അവിടെ ഹൗസ്ഫുൾ ആയപ്പോൾ അടുത്ത പടത്തിന് നമ്മൾ കയറുന്നു, ആ പരിപാടി വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബുക്ക് ചെയ്ത് പോകുന്ന സിറ്റീസിൽ പ്രത്യേകിച്ച്, ബാക്കി റൂറൽ ഏരിയസ് ചിലപ്പം ഉണ്ടാകുമായിരിക്കും സ്പിൽ ഓവർ. ഈ വാഴയുടെയും ആട് 3യുടെയും സക്സസ് കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു കോമ്പറ്റീഷനേ അല്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സിംഗിൾ റിലീസ് കിട്ടി, ഈ സിംഗിൾ റിലീസിൽ വേറൊരു പടം ഉണ്ടായിരുന്നെങ്കിലും അത് നല്ലതാണ്. അത്ര ആൾക്കാർ ആ സിനിമയ്ക്കും ആൾക്കാർ പോകുമല്ലോ. ആരാണ് അതിന്റെ അകത്ത് അഭിനയിക്കുന്ന ആ പ്രശ്നം ഇപ്പൊ ഇല്ലല്ലോ. പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന പടങ്ങള് സൂപ്പർ ഹിറ്റ് ആവുന്നു അല്ലേ? അതായത് പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന മാത്രമല്ല, പുതിയ ഡയറക്ടേഴ്സ്. പണ്ടൊക്കെ നമ്മൾ പുതുമുഖങ്ങൾ അഭിനയിക്കുന്നു, ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പടങ്ങൾ ആൾക്കാർ കാണാൻ പറ്റും. ഇനിഷ്യലിന്റെ കാര്യം ഞാൻ പറയണത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഫുൾ പുതിയ ടീം വന്നാലും നല്ല സിനിമയാണെങ്കിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് നമ്മളിത് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു പടം വരുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ എങ്ങനെയാണെങ്കിലും ഫോർമുലയില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സാധനം ഞാൻ വിട്ടുപോയി ആഡ് ചെയ്യാൻ. നമ്മുടെ ട്രെയിലർ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ലിൻഡോ കുര്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം കട്ട് ചെയ്ത ആ ട്രെയിലർ, അത് വന്നപ്പോൾ തന്നെ യു വോണ്ട് ബിലീവ്, അത് തുരുതുരാ കയറുമായിരുന്നു വ്യൂസ്. ട്രെയിലർ ഭയങ്കരമായി ഗുണം ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷേ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട്. അതിൽ സുരാജേട്ടന്റെ ആ ഒരു വരവുണ്ട് ട്രെയിലറിൽ തന്നെ. അതെ, ക്യാരക്ടറിനെ പിടിച്ചിട്ടുള്ള ഒരു വരവുണ്ട്. അതുപോലെ തന്നെ ബേബിജിന്റെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതിനകത്ത്, എന്താ ചോദ്യമല്ല, ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്, ഭയങ്കര ത്രില്ലാണ്. അപ്പൊ ആ ഒരു വോയിസ് മോഡുലേഷനും ബേബിജിന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകവും. ബേബിജിന് ഓൾറെഡി കുറെ ആരാധകരുണ്ടല്ലോ, അപ്പൊ അവര് എന്താണ് റെസ്പോൺസ് തന്നിട്ടുള്ളത്? ബേബിജി ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവര് ഓൾറെഡി ഒരു മൂവി നമ്മൾ ചെയ്തല്ലോ. ഇങ്ങനെ സുഭാഷ് വ്യത്യസ്തനാണ്. അപ്പോ നമ്മുടെ ഉള്ള ഒരു നീഷ് ഓഡിയൻസിന് ഇനിയിപ്പോ പാട്ട് നിർത്തുവോ, ട്രാക്കൊക്കെ ചെയ്യലും നിർത്തരുത് രണ്ടും. അപ്പൊ അവർക്ക് എപ്പോഴും നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ലിറിക്സ് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണല്ലോ. പിന്നെ അവരും അങ്ങനെ കടകാര്യമായിട്ട് എതിർപ്പൊന്നും ഉണ്ടായില്ല. റിയൽ ഫൈറ്റേഴ്സിനൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിലർ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചതിലത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ലിൻഡ് തന്നെയല്ലേ പേര് കറക്റ്റ്? ഞാൻ കണ്ടിട്ടില്ലല്ലോ ആളെ. ലിൻഡോ. അപ്പൊ ആ ചേട്ടൻ ഞാൻ നോക്കുമ്പോ കറക്റ്റ് കിളി അത് ആ ഒരു കട്ട് പോയേക്കുണ്ടല്ലോ. അപ്പം ഞാനതിൽ ഓരോ ബീറ്റിന്റെ ഇതിൽ കട്ട് പോയേക്കാം. അപ്പോ ഇത് ഒക്കെ കൂടി അങ്ങോട്ട് വന്നിട്ടേ ഭയങ്കര ഭംഗി തോന്നുന്നു. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ആ ഒരു സമയത്ത് ഇറങ്ങിയ ട്രെയിലറില് നല്ലൊരു ട്രെയിലർ ആയിരുന്നു. നമുക്കും ആ ഒരു ചെറിയ ട്രെയിലറിൽ അത്യാവശ്യം സ്പേസും, എല്ലാവർക്കും അതിൽ സ്പേസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്. അതിൽ അധികം പ്രതീക്ഷിക്കാണ്ട് കിട്ടിയത് എനിക്ക് തോന്നുന്നത് പടത്തിൽ നന്ദുചേട്ടൻ. നന്ദുചേട്ടന്റെ ഭയങ്കര രസമായ ക്യാരക്ടറാണ്. എന്റെ കവർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്ന എന്റെ ഇഷ്ടം
അത് ഭയങ്കര സംഭവം, ബഹളം നടക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിലാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക, ടൈമിൽ നമ്മൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടി നടക്കാം. അതാ പറഞ്ഞേ, ഇത് വന്നിരുന്ന ആ ഡയലോഗ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, ആലോചിച്ച് ചിരിക്കുന്നില്ലേ, ഇതാണ്. എനിക്ക് ചേച്ചിന്റെ ക്യാരക്ടർ ഓർക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് ആ ഒരൊറ്റ നിമിഷമാണ്. നിങ്ങളുടെ ലാസ്റ്റത്തെ ഒരു സംഭവം ഉണ്ട്, അതിപ്പോ പറയാൻ പറ്റുമോന്ന് അറിയില്ല. അല്ല, നിങ്ങൾ ചെയ്യുന്ന ക്രൈമിൽ ചേച്ചിയുടെ ഒരു സംഭാവന ഉണ്ടല്ലോ, ആ പോയിന്റാണ് എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത്. അതൊക്കെ എത്ര ടേക്കിൽ ചെയ്തതാണ്, അതിന്റെയൊക്കെ ഒരു രസം പറയാമോ? ഇല്ല, ഒരുപാട് ടേക്കൊന്നും ആയില്ല, ഒരുപാട് ടേക്കൊന്നും എടുത്തില്ല. പടത്തിലെ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തിരിക്കുന്നത് ഞാനും ബേബിയാണ്. ബാക്കി എല്ലാരും പെർഫെക്റ്റ് ആണ്. ഒരു ഷോർട്ട് റീടേക്ക് എടുത്തല്ലേ ബേബി? അതെ, ഞാനത് വിളിച്ചിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ടേക്സ് എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ശ്രുതി ആയാലും ദിവ്യ ആയാലും നന്ദുചേട്ടനായാലും നമ്മുടെ അഭിരാമായാലും ഇവരൊക്കെ പെർഫെക്റ്റ് ആണ് വിത്ത് ഡയലോഗ്സ്, വിത്ത് എക്സ്പ്രഷൻസ്. ആക്ഷൻ പറഞ്ഞാൽ അവരങ്ങ് കറക്റ്റായിട്ട് ചെയ്തിരിക്കും. നമുക്ക് പേടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, നമ്മുടെ ഡയലോഗ് തെറ്റുമോ. മറ്റേ കിണറ്റിന്റെ അവിടുത്തെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇത് മൈൻഡിൽ പഠിച്ചു വെച്ചിട്ട് ആണത് പുറത്തേക്ക് ഇടുന്നത്. 1-2 പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിയുമ്പോ നിക്കുമ്പോ എന്തേ ഒരു നേരെയാണ്. ആരെ മുഖത്തേക്ക് നോക്കും, ആരോട് പറയണം. ഇവരാണെങ്കിൽ 2 ദിവസമായിട്ട് നിക്കുന്നിപ്പാ, 2 ദിവസം ആ രാത്രി ഞാൻ തിരിയുമ്പോ ബാക്കി. അപ്പൊ അവിടൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അതായത് ഇത്ര ആരൊക്കെ നിക്കണത്, അപ്പൊ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലല്ലോ. അവിടെ അത്യാവശ്യം കുറച്ച് ടേക്കൊക്കെ പോയി, പക്ഷെ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ, ഐ മീൻ ആ ഒരു ഭംഗി പോവാതെ തന്നെ ദാസേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആക്കുകയും സാംസണും നമ്മുടെ നന്നായിരിക്കുന്നു, പെർഫെക്റ്റ്. അതെ, അങ്ങനെ കൊണ്ടുവരുന്നത്. അതൊക്കെ ഭയങ്കര കഴിവ് തന്നെയാണ്. നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് സാംസൺ എന്ന് പറയുന്നത്. അവൻ ഭയങ്കര മോട്ടിവേഷന്റെ ആളാണ്. പിന്നെ ഇങ്ങനെ ചാടി ചാടി നിൽക്കും. എല്ലാരും യങ്സ്റ്റേഴ്സ് ആണല്ലോ, ചാടി ചാടി ഭയങ്കര ഫാസ്റ്റ് ആണ്. രാത്രി 3 മണിക്കൊക്കെയാണേ പാടാണോ ഈ യങ്സ്റ്റേഴ്സിന്റെ ഒപ്പം ഇങ്ങനെ ചാടി ചാടി നിൽക്കാൻ? എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ? ഇല്ല, ഞാൻ അവയുടെ തരത്തിലേക്ക് വരും. ആണോ? എനിക്ക് അതിനോട് ഇരിക്കുന്നതിൽ ഏറ്റവും ചെറുപ്പം ചേച്ചിയായിരിക്കും. ഞാന് എന്റെ മൊത്തം സീൻ ഡബ് ചെയ്തിട്ട് ഞാൻ ഷൂട്ടിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പം കൃഷ്ണദാസ് എന്നോട് പറഞ്ഞ ചേട്ടാ ഒരു സീനൊന്ന് റീഡബ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ്, എല്ലാം കറക്റ്റായിരുന്നല്ലോ. അല്ല, അത് സാംസൺ അത് ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല, പക്ഷേ അവനതൊരു ആഗ്രഹം. അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ സാംസന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ വിസ്മയിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ഇവൻ്റെ കൂടെ ഇരുന്ന് ഈ സീൻ കാണുന്നു. ഞാൻ പറഞ്ഞാൽ എന്താണ് കുഴപ്പം, നല്ല മനോഹരമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ പറയണേ, ചേട്ടാ ഇത് മനോഹരമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതിമനോഹരാക്കാം. ഇതാണ് ഞങ്ങളുടെ സാംസൺ. നിങ്ങളുടെ മറ്റൊരു സീൻ എനിക്ക് ഓർമ്മ വരുന്നു. ഇപ്പൊ എല്ലാരും നിരന്ന് നിൽക്കാന്ന് പറയുമ്പോ വിനയ് ഫോണിന്റെ പോലീസ് വന്നിട്ട് അവിടെ ഒരു ഡ്രാമയുണ്ട്, ഒരു ലോങ് ഡ്രാമ അവിടെ നടക്കുന്നുണ്ട്. അതിൽ കുറെ റെഫറൻസ്, പല സിനിമകളുടെ ഡയലോഗുകൾ എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ എങ്ങനെ ചിരിക്കാതെ നിന്നു? ഈ സെറ്റിൽ ഏറ്റവും പണി നോക്കില്ല, നോക്കിയാ ചിരിക്കും, മുഖത്ത് നോക്കാതെയാ ചെയ്യുക. എൻ്റെ ഇടയിൽ സുരാജ് ഏട്ടൻ്റെ സീനുകൾ, അതിലൊക്കെ ഞാൻ ജിവിൻ, നമ്മളെ ഇരട്ടകളുണ്ടല്ലോ, ട്വിൻസ് 2 പേര്. ജിവിനും ജിനിലും എൻ്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കണം. നടുക്ക് സുരാജേട്ടൻ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഫ്രീ ടിക്കറ്റിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഇത് പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി, നമുക്കിവിടെ കൺമുമ്പിൽ വീണ്ടും 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 ജഗദീഷ് ഏട്ടൻ, അയ്യോ ഇവർക്കൊക്കെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, നമുക്കിത് കണ്ട് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ദാസന് ഷോട്ട് എടുക്കും വേണം, അവനെ ഉറപ്പിക്കാനും പറ്റില്ല. ജഗദീഷേട്ടൻ എനിക്ക് തോന്നുന്നു നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു, പക്ഷെ എന്നാൽ ആ പോയിന്റിൽ അത്യാവശ്യം അത് സ്കോർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്ര മതി. അതൊക്കെ ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പൊളിക്കും. സഹിച്ചേട്ടാ, ഇങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് വരുമ്പോഴേ ഒരു സംശയം തോന്നില്ല, ഇതൊക്കെ വർക്കാവോ? ഇങ്ങനെയുള്ളൊരു ഇത്രയും വലിയ പ്രശ്നത്തിന് ആളുകൾ ചിരിക്കുമോ, നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നമാവോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ? ഞാൻ ഈ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാ പടങ്ങളിലും എനിക്ക് സംശയമുണ്ട് ഇതൊക്കെ വർക്കാവുമെന്നുള്ളത്. പക്ഷെ എന്നെ എന്റർടൈൻ ചെയ്തു. അതിന്റെ തിരക്കഥ വായനയിൽ തന്നെ, അതായത് ഇവിടെ ഹിറ്റായിരിക്കുന്ന പടങ്ങളൊക്കെ ഇല്ലേ, അതല്ല എനിക്കിഷ്ടമാണ്. അപ്പോൾ ഹിറ്റാവുന്നത് എങ്ങനെയാണ്, മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ ആ മെജോറിറ്റി ആൾക്കാരിൽ ഞാനും ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കും അത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്.
വർക്കാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അത് വേറൊരു കാര്യമാണ്. ഇപ്പം മോഹിനിയാട്ടം ഇത്രയും വർക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മോഹിനിയാട്ടം വർക്കാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ഷോസ് കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ കിളിവയ അവസ്ഥയായിരുന്നു എൻ്റെ. അതായത് ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പം എനിക്ക് റിയാലിറ്റിയിലേക്ക് വന്നു. അതായത് ഭരതനാട്യം തിയേറ്ററിൽ പെർഫോം ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സൈജുവേട്ടൻ എങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാവരും കണ്ടത്. നമ്മളെല്ലാവരും പോലെ തന്നെ അതിലൊരു ഒരുപാട് അധികം വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ട് വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒന്നും കാണാതെ സൈജുവേട്ടൻ അത് എന്തായാലും ഇതിനൊരു രണ്ടാമതില്ല. പിന്നെ അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് വായിക്കും കൂടി ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞതാണ് സ്ക്രിപ്റ്റ്. അതായത് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച് ചിരിച്ച് അത് സ്ക്രിപ്റ്റ് വായിച്ച് ചിരിച്ച് ഞാൻ പേപ്പർ അവിടെ വെച്ച് കുറച്ചേരം ചിരിച്ചിട്ട് വേണം ബാക്കി വായിക്കാൻ. അതായത് നമ്മൾ ഈ പടത്തിലുള്ള ഒരു 90% കോമഡി സീനുകളും സാധനങ്ങളൊക്കെ ഓൾറെഡി പേപ്പറിലുള്ളത് കടലാസിലുണ്ട്. ഇമോഷണൽ സീനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ തിരിച്ചു പിടിച്ച് കയറ്റും. അങ്ങനത്തെ കരയാനുള്ള സ്പേസ് ഒന്നും ആരും കരഞ്ഞിട്ടില്ല. ഇതിൽ ഗ്ലിസറിൻ ഇല്ല. ഈ പടത്ത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആരും കരഞ്ഞിട്ടില്ല. കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്. കുറേ ഡീറ്റെയിലിംഗ് ഓരോ സീൻ ബൈ സീൻ നമ്മൾ പൊളിച്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിലിംഗ് ദാസേട്ടൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ രഞ്ജിനി ചേച്ചിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇലക്ട്രോണിക്കിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്താ ചെയ്തിരിക്കുന്നത് എല്ലാരും ഇലക്ട്രോണിക് അതെങ്ങനെ ഇരിക്കും കാണാൻ. ദാസേട്ടൻ പറഞ്ഞത് അറിയോ, കിളി കൂട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. കിളി കൂട്ടിന്ന് പുറത്തിറങ്ങാറില്ല. ഞാൻ ഇൻട്രോവേർട്ട്, കൃഷ്ണദാസ് ഇൻട്രോവേർട്ട്. അതിനേക്കാളും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് കിളി. സ്ക്രീനില് TV കാണുന്നില്ലേ, അതില് താഴെ എഴുതിയിരിക്കുന്ന സഹിച്ചു കുറിപ്പിന് ഇത്തവണ പാടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം. ഞാൻ ഫസ്റ്റ് ബാച്ചിൽ കണ്ടില്ല. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചില്ല കേട്ടോ. അല്ലേ? അതുപോലെ അതേപോലെ ഇനിയുണ്ട്. ഇക്കൊല്ലം സഹിച്ചു കുറിപ്പിന് പാടില്ല. ഏത് സീൻ എടുത്താലും ചിരിക്കാനുള്ള വകുപ്പുണ്ട്. ഇതിന്റെ കണ്ടന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭയങ്കരമായൊരു സംഭവം എന്നുള്ളത് മാറ്റി നിർത്തി വേറൊരു സാധനം കൂടി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ അമ്പലം ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങൾ പറയണ്ടല്ലോ. അതൊരു തരം ട്രോളാണ്, ഒരു ആക്ഷേപഹാസ്യ ഫോർമാറ്റിൽ ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കാണുമ്പോൾ കുറച്ചെങ്കിലും വെളിച്ചം നമുക്ക് തോന്നുമല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. അതിലേക്ക് എങ്ങനെയാ അത് കേട്ടപ്പോൾ, കഥ കേട്ടപ്പോൾ തോന്നിയത് ഇതിങ്ങനെ തന്നെ പറയേണ്ടതാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടോ എന്നൊരു തോന്നൽ? അങ്ങനെ തോന്നില്ല. ഭയങ്കര ഞാൻ ആസ്വദിച്ച്. സിനിമ പോലെ കണ്ടാൽ മതിയല്ലോ. പക്ഷെ അത് പലപ്പോഴും കാണപ്പെടാറില്ല. ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട്. കേരളത്തിലുള്ള ആൾക്കാർ അത്ര ഓപ്പൺ മൈൻഡഡ് ആണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. വിഷു ഇത്തവണ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങളുടെ കൈനീട്ടമാണത്. വിഷു കൈനീട്ടം. നമുക്ക് വിഷു മൂട് പിടിക്കുന്ന ഒരു പാട്ട് സ്വാതിയും ഈ സന്തോഷം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി കണി കാണാൻ നേരം വരികളൊക്കെ കൂടെ പിടിക്കാൻ അറിയണം. നിന്റെ ഒച്ചയും കൂടി വന്നു കഴിഞ്ഞാല് സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഹേ ഹേ ഹോ ലലലാ ഹോ ഹേ ഹേ ലലലാ ഡൂക്കിലി മാമ ഡൂക്കിലി മാമ ഡൂക്കിലി മാമ പാടണം. ഒന്നുകൂടി രണ്ടുപേരോട് ഒന്ന് പാടിക്കേ, രസമുണ്ടോ നോക്കട്ടെ. ഐഡിയ കൊള്ളാം. ഞാനും സുൽത്താനും തമ്മിൽ ഒരു വേറൊരു കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്നു. രണ്ടുപേരും അപ്പൊ ഒരു 35 വയസ്സിലെ നൈസായിട്ട് മോഹിനിയാട്ടത്തിൽ ചേരണ പാട്ടാണ് ശരിക്കും, വരികളിലല്ല. ഓഡിയൻസിനൊരു വിഷു ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷുദിന ആശംസകൾ. മീഡിയ വണ്ണിന്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങൾ മോഹിനിയാട്ടം ടീമിന്റെ വിഷു ആശംസകൾ. എല്ലാവരും തിയേറ്ററിൽ പോയി ഭരതനാട്യം 2 മോഹിനിയാട്ടം കാണണം. എല്ലാവരോടും പറയണം, ഒന്നും കൂടെ കാണണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഡയലോഗുകൾ മനസ്സിലാവും.
ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു you. താങ്ക് യു താങ്ക് യു